മുടി നന്നായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. മുടി വളരാനായിട്ട് നമ്മെ സഹായിക്കുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണകാര്യമാണ്. നമ്മൾ മുടിക്ക് പുറമേ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും മാത്രമല്ല, ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ, നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടി വളരുള്ളൂ. പ്രത്യേകിച്ച് ഭക്ഷണത്തിലൂടെ ബയോട്ടിൻ, വൈറ്റമിൻ ഡി, ഫോളിക് ആസിഡ്, അയൺ, സിങ്ക്, വൈറ്റമിൻ സി തുടങ്ങിയവയൊക്കെ നമുക്ക് കിട്ടണം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയും നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങും. ഇത്തരം കണ്ടന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ഓയിൽ മസാജ് ആണ്. നല്ല ഒരു ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മുടിക്ക് കൊടുക്കുന്നത് നമ്മുടെ തലയോട്ടിയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. താരൻ പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ഓയിൽ, നിങ്ങളുടെ ഹെയറിന് ചേരുന്ന തരത്തിലുള്ള ഹെയർ ഓയിൽ ചൂസ് ചെയ്യാം. ചെമ്പരത്തി എണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആലോവേര കൊണ്ടുള്ള എണ്ണയുണ്ട്. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമാണെങ്കിൽ. മുടി നന്നായിട്ട് വളരണം, മുടിക്ക് നല്ല ഉള്ളുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സും അല്ലാത്ത ചെറിയ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ. അതായത് മുടിയിൽ സ്ട്രെയിറ്റനിങ് മെഷീൻ യൂസ് ചെയ്യുക, ഹെയർ ഡ്രയർ അമിതമായിട്ട് യൂസ് ചെയ്യുക, കേൾ ചെയ്തിടുക എപ്പോഴും, അതുപോലെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പാർലറിൽ നിന്ന് കളർ ചെയ്യുക, സ്മൂത്തനിങ് ചെയ്യുക, സ്ട്രെയിറ്റനിങ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ നമ്മുടെ മുടിയെ വളരെയധികം ഡാമേജിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. സോ മുടി നന്നായിട്ട് നീണ്ടു വളരണം, നല്ല ഉള്ളുണ്ടാവണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും സ്റ്റൈലിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് മാത്രമല്ലാതെ മുടി പോകാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മുടി പോകാം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഡോക്ടറോട് കൂടി ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ മുടി പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക, ഡോക്ടർ പറയുന്ന പ്രതിവിധികൾ കൂടെ തേടുക. ഇനി സ്ട്രെസ്, അമിതമായിട്ടുള്ള സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്ട്രെസ് അമിതമായിട്ടുള്ള ആളുകൾക്ക് മുടി കൊഴിച്ചിലും കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നെല്ലിക്ക, കയ്യോന്നി, ആലോവേര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നെല്ലിക്ക പോലുള്ളതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ കറുപ്പ് കൂടാനും മുടി നീണ്ടു വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് ഒക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമാണെങ്കിൽ. അതുപോലെ നനഞ്ഞ മുടി ചീകുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. നനഞ്ഞ മുടി ഒരുപാട് റഫായിട്ടുള്ള തോർത്ത് വെച്ചിട്ട് തുടയ്ക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ നനഞ്ഞ മുടി ടൈറ്റായിട്ട് കെട്ടുന്ന കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കുക. ഇതൊക്കെ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പിന്നെ അമിതമായിട്ട് ടൈറ്റ് ആക്കിയിട്ട് പോണിറ്റെയിലൊക്കെ കിട്ടുന്ന ആളുകളുണ്ടാവും. അത് സ്ഥിരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വേരിൽ നിന്ന് പൊട്ടിപ്പോരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളും ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല നീളമുള്ള ഉള്ളുള്ള മുടി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ മുടി നീണ്ടു കിട്ടണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.